ഹായ് ഫ്രണ്ട്സ്, പൂക്കളം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം നമ്മളൊരു സർക്കിൾ വരയ്ക്കാം. ഇതും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണ്. നമ്മൾ സർക്കിളിൽ നിന്നാണ് തുടങ്ങിയത്. അതിൻ്റെ ഉള്ളിലായിട്ട് പൂവിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ കർവ് ലൈന് വരച്ച് കണക്ട് ചെയ്ത് ഇതുപോലെ ഫിഗർ കാണുന്നത് പോലെ വരച്ചെടുക്കുക. വളരെ സിമ്പിളായിട്ട് ഇത്രയും ചെയ്യാൻ പറ്റും. ഇനി ആ കർവിൻ്റെ സെൻറ്റർ കണക്ട് ചെയ്ത് ഫിഗർ തന്നിരിക്കും പോലെ പൂവിൻ്റെ ഇതൾ പോലത്തെ ഡിസൈൻ നമ്മൾ വരച്ചെടുക്കുക. അപ്പോൾ അതും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഉള്ളിലായിട്ടും വീണ്ടും ഇപ്പോൾ വരച്ച ഫിഗർ പോലത്തെ ഷേപ്പ് അതിൻ്റെ ഉള്ളിലായിട്ടും വരച്ചെടുക്കുക. അപ്പോൾ അതും നമ്മൾ ചെയ്തു. ഇനി അതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്ത് നമ്മൾ വീണ്ടും പൂവിൻ്റെ ഇതൾ പോലത്തെ ഷേപ്പ് വരച്ചെടുക്കേണ്ടതാണ്. സിമ്പിൾ. ഇനി വീണ്ടും ആ ഷേപ്പ് തന്നെ അതിൻ്റെ ഉള്ളിലോട്ട് വരച്ചു. അപ്പോൾ ഇത്രയും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് അടിപൊളി പൂക്കളമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി ഡിസൈനാണ്. ഇനി നമ്മൾ കോർണേഴ്സിലായിട്ട് കണക്ട് ചെയ്ത് ഒരു സ്റ്റാർ ഷേപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാം. അങ്ങനെ നമ്മളൊരു സ്റ്റാർ ഷേപ്പ് 1, 2, 3, 4, 5 സൈഡിലുള്ള സ്റ്റാർ ഷേപ്പ് അത് കണക്ട് ചെയ്ത് വരച്ചെടുത്തു. അപ്പോൾ അത് നമ്മൾ കണക്ട് ചെയ്ത് അടിപൊളിയായിട്ട് വരച്ചെടുത്തു. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് വരച്ചെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ അത് കണക്ട് ചെയ്തിട്ട് മറ്റേതുമായിട്ട് കണക്ട് ചെയ്യാം. നേരത്തെ വരച്ച കർവുമായിട്ട് കോർണേഴ്സ് നമ്മൾ കണക്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇത്രയും സിമ്പിളാണ്. ഇനി കോർണേഴ്സ് നമ്മൾ കണക്ട് ചെയ്തെടുത്തു. ഇപ്പോൾ ഒരു സിമ്മട്രിക്കൽ ഫിഗറായിട്ട് മാറി. ഇത്രയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇത് വരയ്ക്കാൻ വളരെ സിമ്പിളാണ്. ഇത്രയും പറഞ്ഞത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ മിഡിൽ പോർഷൻ കണക്ട് ചെയ്ത് വരച്ചു. ഇനി നമ്മൾ ആ ട്രയാങ്കിൾസ് നമ്മൾ കണക്ട് ചെയ്തെടുത്തു. ആ മിഡിലിലെ ട്രയാങ്കിൾ പോർഷൻസ് ഉണ്ടാക്കിയിട്ട് ഒരു ഡയമണ്ട് പോർഷൻ ഇടയ്ക്കിടയ്ക്കായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചു. ഈ ബാക്കിയുള്ള പോർഷൻസ് നമ്മൾ കണക്ട് ചെയ്തു. അപ്പോൾ നടുക്കൊരു സ്റ്റാർ, പുറത്തൊരു സ്റ്റാർ, അങ്ങനത്തെ രീതിയിലായിട്ട് മാറി. ഒരു സിമ്മട്രിക് ഫിഗറുമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമായിട്ട് നമുക്ക് ഇത് വരച്ചെടുക്കാൻ സാധിക്കും. ഇനി നമ്മൾ ഉള്ളിലായിട്ട് വീണ്ടും ആ ട്രയാങ്കിൾസ് ചെറിയ ആ ട്രയാങ്കിൾസ് വരച്ചെടുത്തു. ഇനി ഇത് നമ്മൾ കണക്ട് ചെയ്തെടുക്കണം. അത് നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. കണക്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലത്തെ കണക്ട് ചെയ്തത് നമ്മളൊരു സർക്കിൾ വെച്ചിട്ടാണ് കണക്ട് ചെയ്തത്. അപ്പോൾ ഈ ഒരു പൂക്കളം എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സിമ്മട്രിക്കലായിട്ടുള്ള പൂക്കളമാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും ഒരുപാട് നല്ല നല്ല ഡിസൈനുകൾ ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം പൂക്കളം ടീം.